നിങ്ങളുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ശരിക്കും നിങ്ങളുടെ കയ്യിൽ തന്നെയാണോ? അതോ നിങ്ങൾ പോലും അറിയാത്ത ഏതെങ്കിലും ശക്തികളാണോ നിങ്ങളുടെ ഓരോ ദിവസത്തെയും തീരുമാനങ്ങളെയും സ്വാധീനിക്കുന്നത്? ഈ വലിയ ചോദ്യത്തിനുള്ള ഉത്തരം പുരാതനമായ ഒരു കഥയിലുണ്ട്. നമുക്ക് ആ കഥയിലേക്ക് ഒന്ന് പോയി നോക്കാം. കഥ തുടങ്ങുന്നതിങ്ങനെയാണ്. ഒരു വ്യാപാരി ഒരു കാട്ടിലൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പെട്ടെന്നാണത് സംഭവിച്ചത്. 3 കൊള്ളക്കാർ അദ്ദേഹത്തെ വളഞ്ഞു. കയ്യിലുള്ളതെല്ലാം കവർന്നെടുത്തു. ആ ഒന്നാമത്തെ കൊള്ളക്കാരനുണ്ടല്ലോ, അയാൾക്കൊരു ദയയുമില്ലായിരുന്നു. അയാളുടെ കണ്ണുകളിൽ ദേഷ്യമാളിക്കത്തുന്നുണ്ടായിരുന്നു. അയാൾ അലറി, ഇവനെ ജീവനോടെ വിട്ടിട്ടെന്തിനാ? കൊന്നുകളഞ്ഞേക്കാം. നാശം വിതയ്ക്കുക, അതായിരുന്നു അയാളുടെ ലക്ഷ്യം. അപ്പോഴാണ് രണ്ടാമൻ ഇടപെടുന്നത്. അയ്യോ, കൊല്ലുകയൊന്നും വേണ്ട, നമുക്കിയാളെ ഇവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടിട്ട് പോകാം. അതല്ലേ ബുദ്ധി? അയാളുടെ ലക്ഷ്യം നിയന്ത്രിക്കുക, ബന്ധിക്കുക എന്നതൊക്കെയായിരുന്നു. അവർ പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ആ മൂന്നാമത്തെ കൊള്ളക്കാരൻ രഹസ്യമായി തിരിച്ചുവന്നു. അയാൾക്ക് ആ വ്യാപാരിയോട് ദയ തോന്നി. അയാൾ വ്യാപാരിയോടെ കെട്ടഴിച്ചു. എന്നിട്ട് ദൂരേക്ക് വിരൽ ചൂണ്ടി പറഞ്ഞു, അതാണ് വഴി, സുരക്ഷിതമായി പോയിക്കോളൂ. ആ വ്യാപാരിക്ക് ഒരുപാട് സന്തോഷമായി. അദ്ദേഹം സ്നേഹത്തോടെ അയാളെ കൂടെ ക്ഷണിച്ചു. പക്ഷെ അയാൾ പറഞ്ഞു, ഇല്ല, എനിക്ക് വരാൻ പറ്റില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഇത്രയും നല്ലവനായ അയാൾക്ക് ആ നഗരത്തിലേക്ക് പോകാൻ കഴിയാതിരുന്നത്? ഈയൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വെച്ചോളൂ. നമുക്കിതിന്റെ ഉത്തരം കണ്ടെത്താം. കാരണമെന്താണെന്ന് വെച്ചാൽ, ആ കഥയിലെ 3 കൊള്ളക്കാർ വെറും കൊള്ളക്കാരായിരുന്നില്ല. അവർ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഈ പ്രകൃതിയുടെ തന്നെ 3 അടിസ്ഥാന സ്വഭാവങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഇതിനെയാണ് ത്രിഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഈ ഗുണം എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും രൂപപ്പെടുത്തുന്ന 3 അടിസ്ഥാന ശക്തികളാണ്. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, പ്രവൃത്തികൾ, എന്തിന് നമ്മുടെ സ്വഭാവം പോലും ഈ 3 ഗുണങ്ങളുടെ ഒരു മിശ്രിതമാണ്. ഈ 3 ഗുണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സത്വം, രജസ്, പിന്നെ തമസ്. നമ്മുടെ കഥയിലേക്ക് തിരിച്ചു വന്നാൽ, ആളെ കൊല്ലാൻ പറഞ്ഞ ആ ഒന്നാമത്തെ കൊള്ളക്കാരനില്ലേ, അതാണ് തമസ്. അജ്ഞതയും മടിയും നാശവുമൊക്കെ. രണ്ടാമത്തെ കൊള്ളക്കാരൻ, അതായത് കെട്ടിയിടാൻ പറഞ്ഞയാൾ, അതാണ് രജസ്. അടങ്ങാത്ത ആഗ്രഹങ്ങൾ, എനർജി, ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെയാൾ, ആ വ്യാപാരിയെ സഹായിച്ചയാൾ, അതാണ് സത്വം. നന്മ, ശാന്തത, അറിവ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. പ്രപഞ്ചമുണ്ടാകുന്നതിന് മുൻപ് ഈ 3 ഗുണങ്ങളും ഒരുമിച്ച് തികച്ചും ബാലൻസ്ഡായി ശാന്തമായി നിലനിന്നിരുന്നു. എപ്പോഴാണോ രജസ്, അതായത് ചലനത്തിന്റെ ശക്തി, ഈ ബാലൻസ് തെറ്റിക്കുന്നത്, അപ്പോൾ മുതൽ ഈ പ്രപഞ്ചം അതിന്റെ എല്ലാ വൈവിധ്യങ്ങളോടും കൂടി രൂപപ്പെടാൻ തുടങ്ങി. ഓക്കെ, ഈ പ്രപഞ്ചമൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിലേക്ക് വരാം. നമ്മുടെ ഓരോ ദിവസത്തെയും, എന്തിന് നമ്മുടെ സമൂഹത്തെ തന്നെയും ഈ ഗുണങ്ങൾ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് നോക്കാം. ഒരു സിമ്പിൾ ഉദാഹരണം ഞാൻ പറയാം. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ചില ദിവസങ്ങളിൽ നമ്മൾ നല്ല ഫ്രഷായി സന്തോഷത്തോടെ എഴുന്നേൽക്കും, അല്ലേ? അന്ന് സത്വഗുണമാണ് കൂടുതൽ. മറ്റു ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള വെപ്രാളത്തോടെ ചാടി എഴുന്നേൽക്കും. അത് രജോഗുണത്തിന്റെ കളിയാണ്. ഇനി ചില ദിവസങ്ങളിലോ, അയ്യോ, എഴുന്നേൽക്കാനേ തോന്നില്ല, മടി പിടിച്ച് കിടക്കും. അതാണ് തമോ ഗുണം. പക്ഷേ സംഭവം അവിടം കൊണ്ടൊന്നും തീരുന്നില്ല. ഭഗവത്ഗീത പറയുന്നത്, നമ്മൾ മരിക്കുന്ന സമയത്ത് ഏത് ഗുണമാണോ നമ്മളിൽ ഏറ്റവും കൂടുതലുള്ളത്, അതനുസരിച്ചായിരിക്കും നമ്മുടെ അടുത്ത ജന്മമെന്നാണ്. അതായത് ഇതിന്റെ സ്വാധീനം ഈ ജീവിതം കഴിഞ്ഞും തുടരുന്നു. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്നറിയോ? ഈ ആശയം ഇന്ത്യയിൽ മാത്രം ഒതുങ്ങിയിരുന്നില്ല. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം പുരാതന ഗ്രീസില് പ്ലേറ്റോ ഒരു ഉത്തമ സമൂഹത്തെക്കുറിച്ച് എഴുതിയപ്പം അതിനെയും 3 തിരിച്ചിരുന്നു. യുക്തിയോടെ ഭരിക്കുന്നവർ സത്വം, ധൈര്യവും ആവേശവുമുള്ള പടയാളികൾ രജസ്, പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്ന തൊഴിലാളികൾ തമസ്. എന്ത് അത്ഭുതകരമായ സാമ്യമാണല്ലേ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, തമസും രജസും മോശമാണല്ലേ എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഒരു കാറിന് ആക്സലറേറ്ററും ബ്രേക്കും സ്റ്റിയറിങ്ങും ഒരുപോലെ ആവശ്യമുള്ളതുപോലെ ഈ 3 ഗുണങ്ങളും ജീവിതത്തിൽ ആവശ്യമാണ്. പ്രധാനം എന്താണെന്ന് വെച്ചാൽ, ഇവയെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാം എന്ന് പഠിക്കുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? സത്വം കൂട്ടാനായിട്ട് നല്ല ഫ്രഷ് ഭക്ഷണം കഴിക്കാം, നല്ല ആളുകളുമായി സംസാരിക്കാം, ശാന്തമായ സ്ഥലങ്ങളിൽ സമയം ചെലവഴിക്കാം. രജസിനെ കൺട്രോൾ ചെയ്യാൻ മെഡിറ്റേഷൻ വളരെ നല്ലതാണ്. തമസിനെ മറികടക്കാനുള്ള ഏറ്റവും നല്ല വഴിയോ ചിട്ടയായ വ്യായാമവും ആക്റ്റീവായ ഒരു ജീവിതശൈലിയും തന്നെ. ഇവിടെ ഒരു മുന്നറിയിപ്പ് കൂടിയുണ്ട്. ഇന്നത്തെ ഈ ഹസിൽ കൾച്ചറില്ലേ, എപ്പോഴും തിരക്ക്, എപ്പോഴും ഓട്ടം, ഇത് അമിതമായ രജോഗുണത്തിന്റെ ഒരു ഉദാഹരണമാണ്. കുറച്ചുകാലത്തേക്ക് ഇത് നമുക്ക് ചിലപ്പോൾ വിജയം തന്നേക്കാം. പക്ഷെ അവസാനം ഇത് നമ്മുടെ ആരോഗ്യത്തെയും നമുക്ക് പ്രിയപ്പെട്ട ബന്ധങ്ങളെയും നശിപ്പിക്കും. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. യഥാർത്ഥ ലക്ഷ്യം വെറും സത്വഗുണം നേടുക എന്നത് മാത്രമല്ല.
ഭഗവത്ഗീത പറയുന്നത് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഈ 3 ഗുണങ്ങളെയും മറികടക്കണം എന്നാണ്. അതെ, നന്മയായ സത്വത്തെപ്പോലും. ഒന്ന് ആലോചിച്ചു നോക്കും, ഗുണങ്ങൾക്കെല്ലാം അതീതനായ ഒരാൾ എങ്ങനെയായിരിക്കും? അവർക്ക് സുഖവും ദുഃഖവും ഒരുപോലെയാണ്. അവരുടെ കണ്ണിൽ ഒരു കഷ്ണം സ്വർണത്തിനും ഒരു മൺകട്ടയ്ക്കും ഒരേ വിലയാണ്. അവർ ഈ ലോകത്തിലെ എല്ലാ സംഭവങ്ങളെയും ഒരു സാക്ഷിയെപ്പോലെ ഒന്നിനോടും ഒട്ടിച്ചേരാതെ നോക്കിക്കാണുന്നു. അപ്പോ നമ്മൾ ആദ്യം ചോദിച്ച ചോദ്യമില്ലേ, എന്തുകൊണ്ടാണ് ആ നല്ല കൊള്ളക്കാരന് നഗരത്തിലേക്ക് വരാൻ കഴിയാഞ്ഞത്? ഇപ്പോൾ ഉത്തരം കിട്ടിയില്ലേ? കാരണം സത്വം, അതായത് നന്മ എന്നത് ഒരു സ്വർണ്ണച്ചങ്ങലയാണ്. ഇരുമ്പ് ചങ്ങലയേക്കാൾ നല്ലതാണെങ്കിലും അതും ഒരു ബന്ധനം തന്നെയാണ്. യഥാർത്ഥ മോചനം നേടാൻ ഇരുമ്പ് ചങ്ങലയോടൊപ്പം ആ സ്വർണ്ണച്ചങ്ങലിയും പൊട്ടിച്ചെറിയണം. അവസാനമായി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആരാണിരിക്കുന്നത്? നിങ്ങളാണോ നിങ്ങളുടെ സ്വഭാവങ്ങളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത്, അതോ ആ ഗുണങ്ങളാണോ നിങ്ങളെ ഭരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ആഴത്തിലൊന്ന് ചിന്തിച്ചു നോക്കൂ.